കാശിക്കുട്ടൻ സ്കൂൾ വിട്ട് നല്ല സ്ഥിരം കലാപരിപാടികളാണ് ഇതൊക്കെ. റോട്ടിലുള്ള ഏതെങ്കിലും തേരട്ടേൻ്റെ പഴുതാരനെ എന്തെങ്കിലും കണ്ടെങ്കിൽ ഒച്ചിനെ കണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും കേട്ടോ. ഞാൻ അങ്ങനെ മുന്തിത്തള്ളി വീട്ടിലേക്ക് വിട്ടിട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലൂണായിട്ട് കുറച്ച് നേരം കളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ അവൻ്റെ ബാഗ് ചെക്ക് ചെയ്യുവേ. ബാഗ് ചെക്ക് ചെയ്തിട്ട് ടിഫിനും ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചില ദിവസം കഴിക്കാണ്ട് വരും. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇടിയപ്പമാണ് കൊടുത്തു പറഞ്ഞിട്ട് ഇടിയപ്പമാണ് ഞാൻ കഴിച്ചിട്ട് വരും കേട്ടോ. പിന്നെ നേരെ അവൻ കുളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ശീലമായതുകൊണ്ട് വേഗം കുളിക്കാൻ കയറും കേട്ടോ. അവൻ കുറച്ച് മേത്ത് വെള്ളം കോരിയൊക്കെ ഒഴിച്ച ശേഷം ഞാൻ സോപ്പ് വെച്ചു കൊടുക്കാം. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് അവൻ്റെ ബാഗിലുള്ള പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് ഹോംവർക്ക് ഉള്ളതൊക്കെ എടുത്ത് വേഗം ടേബിളിൽ കൊടുക്കും. കുളി കഴിഞ്ഞാൽ വേഗം തന്നെ ഹോംവർക്ക് ചെയ്തോളൂ കേട്ടോ. അതിനിടയ്ക്ക് സ്കൂളിൽ നിന്ന് പാർക്കിൽ കൊണ്ടുപോയില്ലെന്നാണ് പരാതി പറച്ചിലാണ്. അതേ കുളിച്ച് കഴിഞ്ഞാൽ പുടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ പല്ലിയുടെ പുറകെ പോവാണ് ഗൈസ്. കൈ അപ്പോൾ കുഞ്ഞതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അതിനിടയ്ക്കും ഹോംവർക്ക് ചെയ്യണം കേട്ടോ. ഓരോ രണ്ടുപേരും എഴുതി കഴിയുമ്പോഴും കൈ വെച്ച് ഇങ്ങനെ വേദനയായിട്ട് കാണിക്കണം കേട്ടോ. പക്ഷേങ്കിൽ എല്ലാ ഹോംവർക്കും മടി കൂടാണ്ട് എഴുതിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. അവന് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കുന്ന കൂടുതൽ അതിൻ്റെ പിക്ചറും കൂടി ഇതുപോലെ ടീച്ചർ വരക്കാൻ പഠിപ്പിക്കാൻ കേട്ടോ. അതുകൊണ്ട് എല്ലാ മെമ്മറിയിൽ നിൽക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞാൽ കാശ് കൂടെ 1 hour സ്ക്രീൻ ടൈം ആണ് ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ.